തന്നെ എടുത്തോണ്ട് വരാം. നീ കുടുംബക്കാരെ എല്ലാരും വിളിച്ചോണ്ട് വരണം. ഈശോ ഞാൻ കുടുംബക്കാരെ എല്ലാരും വിളിച്ചോണ്ട് വരാം. കുടുംബക്കാരെ ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിനക്ക് വാപ്പയില്ലേ? വാപ്പ ഞാൻ വാപ്പയെ വിളിച്ചോണ്ട് വരാം. അതിനെ താഴേക്ക് വെച്ചൊന്ന് കാണാം. ഈശോ അത് താഴെ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അസ്സലാമു അലൈക്കും. സാബിത് പള്ളിയിലേക്ക് ധൃതിയിൽ പോകുമ്പോഴാണ് കൂട്ടുകാരനായ അബ്ദുള്ളയെ കാണുന്നത്. അസ്സലാമു അലൈക്കും അബ്ദുള്ള. വഅലൈക്കും സലാം സാബിത്. സുഖമല്ലേടാ നിനക്ക്? എനിക്ക് സുഖം തന്നെയാണ്. എന്താണ് നിന്റെ പണി? എനിക്കിപ്പോൾ പെയിന്റിങ്ങിന്റെ പണിയാണ്. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ജോലിയൊക്കെ ഉഷാറായിട്ട് പോകുന്നു. അതെല്ലാം പറഞ്ഞിട്ട് എനിക്കിപ്പോ എന്ത് പറയാ? ഞാൻ ടൗണിലൊരു മദ്രസയിലെ സദറാണ്. ഇന്ത്യക്ക് ഒരു ഭാഗ്യമേ. പഠിക്കേണ്ട കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതേപോലെ മാസാമാസം ശമ്പളം വാങ്ങിച്ചൊരു മദ്രസയിലെ സദറാമായിരുന്നു. അപ്പോൾ എന്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. എല്ലാവർക്കും നല്ല സ്വഭാവമാണ്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട, അത്രയ്ക്ക് ഉഷാറാണ്. പഠിക്കേണ്ട സമയത്ത് കൂട്ടർ നടിച്ച് കളഞ്ഞാണല്ലോ ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട്. അന്നൊക്കെ മുതിർന്നവർ പറയുമായിരുന്നു ഭാവിയിൽ കുടുങ്ങുമെന്ന്. ഇപ്പോൾ എനിക്ക് വല്ലാതെ അനുഭവപ്പെടുന്നുണ്ട്. അല്ല, ജമാഅത്തിന് സമയമായി, നമുക്ക് നിസ്കരിക്കാൻ പോകാം. ഇതാ നിന്റെ നിസ്കാരത്തിന്റെ കഥയൊക്കെ എങ്ങനെയാണ്? സത്യം പറയാനാണ്, ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ എല്ലാ നിസ്കാരം കൂട്ടിയും അടിക്കും. ചില സമയത്ത് അറിവുണ്ടാവില്ല. കാരണം ഞാൻ കൊച്ചിലെ നിസ്കരിക്കാതെ വളർന്നു വന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ അവസ്ഥയിൽ എത്തേണ്ടി വന്നത്. സുബ്ഹാനല്ലാഹ്, നിസ്കാരം കാരണമില്ലാതെ ഖളാഅക്കിയാൽ തന്നെ ഭയങ്കര ശിക്ഷയാണ്. അത്രയും വലുതാണോ നിസ്കാരം? ആണ്. നീ മുതൽ ഞാൻ എല്ലാ വക്കത്തും അതേ സമയത്ത് തന്നെ നിസ്കരിച്ചു കൊള്ളാം. ഈ നന്മ തന്നത് കൊണ്ട് അല്ലാഹ് നിനക്ക് സ്വർഗ്ഗത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഇതാരോ ഫർഹാനോ? വഅലൈക്കും സലാം. ഇതാരാ ജസീലോ? നീ എവിടുന്നായിരുന്നു? ഞാൻ വീട്ടിൽ നിന്നായിരുന്നു. നീ എവിടെ പോകുന്നു? ഞാൻ സ്കൂളിൽ പോകുന്നു. അപ്പൊ നീ ഇന്ന് മദ്രസയിലായിരുന്നില്ലേ? നിന്നെ മദ്രസയിൽ കണ്ടിട്ട് കുറെ ദിവസങ്ങളായി. മദ്രസ വലിപ്പം കിട്ടി. കിട്ടിയതിലേക്ക് കള്ള പറയുന്നു. ഞാൻ വേണ്ട, ഞാൻ തീറ്റയെ കുറിച്ചല്ലേ പറഞ്ഞ, മദ്രസയെ കുറിച്ചാണ് പറഞ്ഞത്. മദ്രസ എന്ന് വെച്ചാൽ എന്താ? തൊപ്പിയും വെച്ച് താടിയും കുറച്ച് താടിയുമുള്ള ഉസ്താദെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ വന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ് മദ്രസ. അവിടെ എന്തെല്ലാം അറിവുകളുണ്ട്? അവിടെ മദ്രസയിൽ നല്ല അറിവുകളാണ്. അപ്പോൾ സ്കൂളിൽ നല്ല അറിവുകളുണ്ടല്ലോ. സ്കൂളിൽ ഇംഗ്ലീഷ്, മാത്സ് എന്നീ സബ്ജക്റ്റുകൾ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. മദ്രസയിൽ ഇസ്ലാം കാര്യങ്ങൾ പഠിക്കാം. അയ്യേ, എനിക്ക് ഇസ്ലാം കാര്യങ്ങളൊക്കെ അറിയാം. ഇസ്ലാം കാര്യങ്ങൾ എത്ര? 5. ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞേ. ഒന്ന് ഇടലി, ഒന്ന് ഇടലി, 2 ദോശ, 3 ചപ്പാത്തി, 4 പത്തിരി, 5 പൊറോട്ട. പൊട്ട, ഇതൊന്നുമല്ല ഇസ്ലാം കാര്യങ്ങൾ. നീ നാളെ എന്നോട് മദ്രസ വാ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അലൈക്കും